പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ നമ്മളെ വിഷയം? 1,24,000 നബിമാര് പറഞ്ഞ വഅളെന്താ? അത് വല്ലാത്തൊരു വഅളാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഞാൻ ആ വഅളിന്റെ നേരെ അർത്ഥം ഒന്ന് പറയാം, എന്നിട്ട് വിശദീകരണത്തിലേക്ക് വരാം. ഖദ് അഫ്ലഹ മൻ തസക്കാ, ഹൃദയ വിശുദ്ധി നേടിയവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഹൃദയ വിശുദ്ധി നേടിയവൻ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ വദകറ ഇസ്മ റബ്ബിഹി. ഹൃദയ വിശുദ്ധി നേടിയതിനു ശേഷം റബ്ബിനെ അടയാളപ്പെടുത്തുന്ന, അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന ഖൈറായ കാര്യങ്ങൾ മാത്രം നാവുകൊണ്ട് പറയുകയും ചെയ്തവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇസ്മുള്ള പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാന്മാര് പറഞ്ഞു, ഖൈറായത് മാത്രം പറയുകയും ചെയ്തവൻ രക്ഷപ്പെട്ടു. ശർറ് പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറയരുത്, ദുരാരോപണങ്ങൾ ഉന്നയിക്കരുത്, നല്ലത് മാത്രം പറയണം. ആ വർത്താനം ഇങ്ങോട്ട് കേട്ടാൽ ഇസ്മുല്ലാ, അത് അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന ശബ്ദമായിരിക്കും. അപ്പൊ അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന ശബ്ദം മിണ്ടി പറഞ്ഞവൻ അവനും രക്ഷപ്പെട്ടു. ഫസ്വല്ലാ, എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തവൻ രക്ഷപ്പെട്ടു. നിസ്കാരം കർമ്മങ്ങളുടെ രാജാവാണ് നിസ്കാരം. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലുതാണ് നിസ്കാരം. അപ്പോൾ ഇവിടെ ഈ ആയത്തുകളിൽ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ തസക്കാ, മുഫസ്സിറുകൾ പറയുന്നു ഐമൻ തതഹറ ഖൽബുഹു, ഹൃദയം നന്നായവൻ രക്ഷപ്പെട്ടു. വദകറ ഇസ്മ റബ്ബിഹി ഐ ത്വാബ ലിസാനുഹു, അതേ നാവ് നന്നായവനും രക്ഷപ്പെട്ടു. വഫസല്ല ഐ ഹസുന അമലുഹു, കർമ്മം നന്നാവുകയും ചെയ്തവൻ രക്ഷപ്പെട്ടു. അപ്പോൾ മനസ്സ വാച കർമ്മ നന്നായവർ വിജയിച്ചു. ഇതാണ് ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. മൻ തസക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖൽബ് നന്നാവണം, മനസ്സ് നന്നാവണം, പിന്നെ ഹൃദയം നന്നാവണം. വദകറ ഇസ്മ റബ്ബിഹി എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറ്റുള്ള സംസാരം മാത്രം സംസാരിക്കുക, അള്ളാഹിനെ അടയാളപ്പെടുത്തുന്നത് സംസാരിക്കുക, അള്ളാഹിന്റെ പേര് എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശാലാർത്ഥത്തിൽ കാണാം. അപ്പോഴാണ് ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹിം വ മൂസ എന്നൊക്കെ പറഞ്ഞ അത്രയും വിശാലതയുണ്ടാവുക. വദകറ ഇസ്മ റബ്ബിഹി, അള്ളാന്റെ പേര് പറയാൻ, അള്ളാനെ അടയാളപ്പെടുത്തുന്ന വർത്താനം പറയാം എന്ന് പറഞ്ഞാൽ എന്തിപ്പം സംസാരിക്കുന്നുണ്ടോ അതിലൊരു അള്ളാഹ് ഉണ്ടാവും. അവനെപ്പോഴും പറയാനുള്ളത് അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ മലക്കുകളാണ്, അള്ളാഹുവിന്റെ മുർസലീങ്ങളെ പറ്റിയാണ്, അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ചാണ്, അള്ളാഹുവിനോട് കാണിക്കേണ്ട നന്ദിയെ കുറിച്ചാണ്, അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ചാണ്. എപ്പോഴും ഒരു അള്ളാഹ് പറ്റുണ്ടാവും അവന്റെ സംസാരത്തിൽ. വദകറ ഇസ്മ റബ്ബിഹി, ചുരുക്കി പറഞ്ഞാൽ നല്ലത് മാത്രം പറയുന്നവൻ രക്ഷപ്പെട്ടു. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. നിസ്കാരം എന്ന് പറഞ്ഞത് നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വെറും നിസ്കാരം എന്നല്ല, അതൊരു പ്രതീകം മാത്രമാണ് നിസ്കാരം. ഏതിന്റെ പ്രതീകം? നന്മകളുടെ. അപ്പൊ നല്ല പ്രവൃത്തികൾ ചെയ്തവർ, അപ്പൊ നല്ലത് ചിന്തിച്ച് നല്ലത് പറഞ്ഞ് നല്ലത് ചെയ്യുന്നവർ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. എത്ര വലിയൊരു ആശയാണ്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടില്ലേ 1,24,000 നബിമാർക്ക് പറയാൻ പറ്റിയ വഅളാണ്. കാരണം മനസ്സ് നന്നാവണം, നാവ് നന്നാവണം, പ്രവൃത്തി നന്നാവണം. അതിനല്ലേ ഇപ്പൊ ലോകത്തെല്ലാവർക്കും വഅള് പറയാനുള്ളൂ. അതിന്റെ അപ്പുറത്തൊരു വഅളായിരിക്കാൻ ഇവിടെ പറയാനുള്ളത്. അതിന്റെ അപ്പുറത്തൊരു വഅള് പറയാൻ ആർക്കാ കഴിയാ? ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. അത് ശരി. അപ്പൊ മനസ്സും നാവും പ്രവൃത്തിയും നന്നായ രക്ഷപ്പെടുവോ? ഓ, രക്ഷപ്പെടും. പിന്നെന്താ തടസ്സം? അങ്ങോട്ട് നന്നായാ പോരെ? അതെ, തടസ്സം എന്താന്ന് പറയണം. ബൽ, പക്ഷേ തുസിറൂനൽ ഹയാത്ത ദുനിയ,
നിങ്ങൾ ആ ഭൗതിക ജീവിതത്തിന് അമിത പ്രാധാന്യം നൽകുകയാണ്. തൂസിറൂനൽ ഹയാത്ത ദുനിയ. ഈ മനസ്സ് നന്നാകുന്നതിന്, നിങ്ങളുടെ വർത്താനം നന്നാകുന്നതിന്, നിങ്ങളുടെ പ്രവൃത്തി നന്നാകുന്നതിനൊക്കെ ഉള്ള തടസ്സങ്ങൾ ദുന്യാവിന്റെ ഒപ്പം പോവാണ്. നിങ്ങൾക്ക് വെറും ദുന്യാവിന്റെ പകിട്ടുകളാണ് നിങ്ങളുടെ ലക്ഷ്യം. ഭൗതിക പകിട്ടുകളാ നിങ്ങളുടെ ലക്ഷ്യം. ദുന്യാവിന്റെ ആഡംബരങ്ങളുടെ പിന്നാലെയാ നിങ്ങള്. ബൽ തൂസിറൂനൽ ഹയാത്ത ദുനിയ. സംഗതി വൽ ആഖിറതു ഖൈറും വഅബ്ഖ. എന്നും നല്ലതും എന്നും ശേഷിക്കുന്നതും അവസാനിക്കാതെ നിലനിൽക്കുന്നതും അത് പരലോക ജീവിതമാണ്. ദുന്യാവിന്റെ ജീവിതവും പരലോക ജീവിതവും കൂടെ കൂട്ടി നോക്കുമ്പോൾ അത് 1.99 സയ്യിദുനാ റസൂലുള്ളാഹി 1.99 1.99. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറയുന്ന ഒരു ഹദീസ് കാണാം. മുത്തഫഖുൻ അലൈഹി ഹദീസ്. ഖലഖല്ലാഹു റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അതിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സൂറത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയാണ്. അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി 1 by 1 ആയിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ആ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് റബ്ബ് ഇടക്കിടക്ക് മനുഷ്യന്റെ ഹൃദയത്തെ അങ്ങനെ കുത്തി കുത്തി ചോദിക്കുക, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ പറഞ്ഞ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് കളവാക്കി തള്ളാൻ ചങ്കുറപ്പുള്ളത്? ഇത് എന്റെ പടച്ചോൻ തന്നതല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു അനുഗ്രഹത്തിലുണ്ടോ? സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറഞ്ഞ ഒരു സംഗതിയും പടച്ചോൻ തന്നതല്ല എന്ന് യുക്തിവാദിക്ക് പോലും പറയാൻ പറ്റില്ല. സൂറത്തുർ റഹ്മാൻ അവതരിപ്പിക്കണം, എന്നാൽ അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് പറയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. യുക്തിവാദിക്ക് പോലും പറയാൻ കഴിയില്ല ഇത് പടച്ചോൻ തന്നതല്ല. പടച്ചോൻ ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെ ഇത് ആര് തന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളെ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ മനുഷ്യനെ പഠിച്ചു എന്നാണ് അതിൽ ആദ്യം പറയുന്നത്. അതിനെപ്പറ്റി ചോദിക്കുക യുക്തിവാദിനോട്, ആരാന്നാ മനുഷ്യനെ പഠിച്ചത്? പഠിച്ചോൻ അല്ലെങ്കിൽ ഒന്ന് പറയണ. അതില്ല, അത് വെറുതെ ഉണ്ടായില്ല. ഒരു മൊട്ടുസൂചി പോലും ഇപ്പൊ ഇവിടെ ഒരു മൊട്ടുസൂചി ഇരിക്കുന്നുണ്ട്, അത് ഒറ്റക്കണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു യുക്തിവാദിയും വിശ്വസിക്കൂല. അങ്ങട്ടാ വലിയൊരു മനുഷ്യനെ പറ്റി ഇത് വെറുതെ ഉണ്ടായതാണ്. എങ്ങനെയാണ്, ആർക്കാണ് ഇത് വിശ്വസിക്കാൻ പറ്റുക? കഴിയൂല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു ഇങ്ങനെ അള്ളാഹിന്റെ റഹ്മത്ത് ഇങ്ങനെ വിശദീകരിക്കുക. ഈ പറയുന്ന റഹ്മത്തുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു തആല മൊത്തം 100 റഹ്മത്താ പഠിച്ചത്. 100 എന്ന് പറഞ്ഞാൽ 100%. ശതമാനക്കണക്കാണാ പറഞ്ഞത്. 100 അല്ലല്ലോ, 100 റഹ്മത്തുള്ള നിങ്ങൾ എണ്ണിയാൽ ഈ ഇരിക്കട ഇരുത്തത്തിന് ഈ മുതഅല്ലിമീങ്ങൾക്ക് എണ്ണാൻ പറ്റും 10,000 കണക്കിന് അനുഗ്രഹങ്ങളില്ലേ. നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളൊന്നും എണ്ണിക്കാട്ടെ. കാരണം അമ്മ, വാപ്പ, ഉസ്താദുമാർ ഇങ്ങനെ എണ്ണിയാല് തുണി, കുപ്പായം, ചെരുപ്പ് ഒക്കെ എണ്ണാണല്ലോ അല്ലെ. വായു, വെളിച്ചം, ഇരുട്ട്, ഇതൊക്കെ അനുഗ്രഹങ്ങളല്ലേ. 100 ഉള്ളൂ, 200 ഉള്ളൂ, 10,000 കണക്കിന് എണ്ണിയാ തീരുവോ? അള്ളാഹുവിന്റെ അനുഗ്രഹം എണ്ണിയിട്ട് തീരൂല. എത്ര കൗണ്ട് ചെയ്താലും അവസാനിക്കാത്തതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള്. അപ്പോൾ പിന്നെ എന്താ ഈ പറയുന്നത്? 100 എന്ന് പറഞ്ഞാൽ 100% പരിപൂർണമായിട്ടാണ് അള്ളാഹു അവന്റെ റഹ്മത്ത് പഠിച്ചത്. 100% അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം പോരായ്മല്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മിആ എന്ന് പറയാം. മിആ ഫിൽ മിആ എന്ന് പറയാം. 100 അതാണ് റഹ്മാൻ. 100% അള്ളാഹു അനുഗ്രഹങ്ങളെ പഠിച്ചത്. എവിടെ ഒരു പോരായ്മ അള്ളാന്റെ അനുഗ്രഹത്തിൽ ചൂണ്ടിക്കാട്ടാൻ ഒരു പടപ്പിനും കഴിയൂല. ശരി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം മിൻഹാ റഹ്മതൻ വാഹിദ.
ആ 100 അനുഗ്രഹങ്ങളിലെ ഒരനുഗ്രഹം മാത്രമാണ് അള്ളാഹു സകലമാന പടപ്പുകൾക്കും കൂടെ വിട്ടുകൊടുത്തത്. ആർക്ക്? എനിക്കും ഇങ്ങൾക്കും മാത്രല്ല, ഇവിടെയുള്ള ജന്തുക്കൾക്കും പറവകൾക്കും ഇഴജന്തുക്കൾ എല്ലാ വസ്തുക്കൾക്കും എല്ലാവർക്കും കൂടി കൊടുത്ത റഹ്മത്ത് ഒരു റഹ്മത്ത് മാത്രമാണ്. 1% ഉള്ളൂ. അപ്പൊ 99% ബാക്കിയാ. ആ 99% എവിടെയാ? അള്ളാഹുവിന്റെ അടുത്ത് തന്നെ സ്റ്റോക്ക് ചെയ്തു, പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്, നമുക്ക് വിട്ടു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ അടുത്ത് തന്നെ എടുത്തു വെച്ചു. 99% അള്ളാഹ് നമുക്ക് വിട്ടുതരാതെ അള്ളാന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത് മാറ്റിവെച്ചത്? മുഹമ്മദുനിൽ മുസ്തഫ അവിടുത്തെ നുബുവത്തിന്റെ തിരുനാക്കുകൊണ്ട് പറയാണ്, യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. പുനരുത്ഥാന നാളിൽ മനുഷ്യനെ, അള്ളാഹുവിന്റെ അടിമകളെ സന്തോഷിപ്പിക്കാനായി അള്ളാഹു മാറ്റിവെച്ചതാണ് യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. നമ്മളിപ്പോ ഈ പറഞ്ഞ എന്താണെന്നറിയങ്ങള്, ഒരു റഹ്മത്ത് മാത്രമേ അള്ളാഹു തആല ലോകത്തേക്ക് മൊത്തം വിട്ടു തന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേ നമുക്ക് യൂസുഫ് അലി സാഹിബിന്റെ ആസ്തിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും അല്ലേ? അതൊരു റഹ്മത്തുണ്ടോ പടച്ചോന്റെ? ഇല്ലേ. അതൊരു റഹ്മത്തിനെ കോടാനക്കോടി ഭാഗമായിട്ട് വീതിച്ചു. എന്നിട്ട് അതിലൊന്നെടുത്ത് വീണ്ടും കോടാനക്കോടി ഭാഗങ്ങളാക്കി, അതിലൊരു ഭാഗം എടുത്തിട്ട് വീണ്ടും കോടാനക്കോടി ഭാഗങ്ങളാക്കി. അങ്ങനെ എത്ര വട്ടാക്കിയാലും യൂസുഫ് അലി സാറിന്റെ അടുത്തുള്ളത് അപ്പോഴും അതിന്റെ അടുത്ത് ഉണ്ടാവില്ല. ഇതാണ് അള്ളാന്റെ ഒരു റഹ്മത്ത്. കാരണം അള്ളാന്റെ ഒരു റഹ്മത്ത് ആണ് ഈ കാണുന്നതൊക്കെ ഒരു റഹ്മത്താണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകളും ഈ ഇരിക്കുന്ന മനുഷ്യന്മാരും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും ജന്തുക്കളും പറവകളും ഇവിടെ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും കടലിലും കരയിലും ഉള്ളതൊക്കെ ഒരു റഹ്മത്താണ്. അപ്പൊ എത്രയാണ് ആ 1% വലിപ്പം? അപ്പൊ 99% ബാക്കിയാണ്. ആ എന്തിനെടുത്തു വെച്ചതാ? അള്ളാഹുവിനെ മാത്രം അനുസരിച്ച് ജീവിച്ച അടിമകളെ സുഖിപ്പിക്കാൻ. 1% എല്ലാവർക്കും കൂടെ കൊടുക്കാൻ. ഏത്? അള്ളാഹ് ഉണ്ട് എന്ന് പറയുന്നവർക്കും കൊടുക്കും, ഇല്ല എന്ന് പറയുന്നവർക്കും കൊടുക്കും, നിസ്കരിക്കുന്നവർക്കും കൊടുക്കും, നിസ്കരിക്കാത്തവർക്കും കൊടുക്കും, കള്ള് കുടിക്കുന്നവനും കൊടുക്കും, കുടിക്കാത്തവനും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കാനുള്ളതാ 1%. 99% നിസ്കരിക്കുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ളതാ, നോമ്പ് നോൽക്കുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ളതാ, കള്ളു കുടിക്കാതെ ജീവിക്കുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ളതാ. അപ്പൊ എത്രയാ അതിന്റെ വലിപ്പം? 99. അതിങ്ങോട്ട് ശരിക്കും ഉൾക്കൊണ്ടാല് നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖ. ആഖിറം എന്ന് പറയുന്നത് എത്രയോ വലുതാണ്, എന്നെന്നും നിലനിൽക്കുന്ന അനുഗ്രഹവുമാണ്. ദുനിയാവിന് എത്ര ഉണ്ടെങ്കിലും അതൊന്നോ നാളെ നഷ്ടപ്പെടും. ആഖിറം നഷ്ടപ്പെടില്ല. അള്ളാന്റെ അടുത്തുള്ള അനുഗ്രഹങ്ങൾ തീരാനുള്ളതല്ല, എടുത്താ തീരാത്ത അക്ഷയ ഖനിയാണ് പടച്ചറബിന്റെ ഖജനാവ്. അല്ലേ? അള്ളാഹുവിന്റെ ഖജനാവ് എടുത്താൽ തീരാത്ത അക്ഷയ ഖനിയാണ്. എത്ര എടുത്താലും തളരൂല, പിന്നെയും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ആ ഖജനാവ് ചുരുങ്ങാറില്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങൾ അടുത്തുള്ളത് എടുത്താൽ തീരും, പക്ഷെ അള്ളാന്റെ അടുത്തുള്ളത് എടുത്താൽ തീരില്ല, അതെന്നും ശേഷിക്കും. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും അന്ധരമുള്ള ദുന്യാവും ആഖിറവും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ ദുന്യാവിന് വേണ്ടി ഒരു പൊട്ടനുഗ്രഹത്തിന് വേണ്ടി 99 ഒഴിവാക്കി കളഞ്ഞു കുളിക്കുന്ന മനുഷ്യന്മാർ വിഡ്ഢികളല്ലേ? അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ ദുനിയാവിന് അമിത പ്രാധാന്യം നൽകി ആഖിറത്തെ അങ്ങ് വിസ്മരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൽബും വാക്കും പ്രവൃത്തിയും നന്നാകാതെ പോകുന്നത്. അത് നന്നാകുന്നതിനുള്ള തടസ്സം അതാണ്. അപ്പൊ ആ ഒരു ബന്ധം അങ്ങ് മാറ്റിവെക്ക്. എന്നാ കൽബ് നന്നാവും, വാക്ക് നന്നാവും, പ്രവൃത്തി നന്നാവും. നന്നായോ? നിങ്ങൾ ജയിച്ചു. ഇനി നമുക്ക് അതിന്റെ ചില ഉദാഹരണങ്ങളൊന്ന് പറയാം. എന്താണ് ഈ കൽബ് നന്നാവുക എന്ന് പറഞ്ഞാൽ? ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഒരു 10 മണിയോടുകൂടെ വരുന്ന എന്നോട് പറഞ്ഞത്, എപ്പോഴാ വരുന്നതെങ്കിൽ അപ്പൊ പ്രഭാഷണം അവസാനിപ്പിക്കും. ചുരുക്കി പറയാം, വലിയൊരാശയാന്ന് പറഞ്ഞു കേട്ടു. കൽബ് നന്നാവുക,
നാവ് നന്നാവുക, പ്രവൃത്തി നന്നാവുക, എന്നാ രക്ഷപ്പെട്ടു എന്നാ. പക്ഷെ ഇതെങ്ങനെയാണ് സാധ്യമാവുക? അത് മൂന്നും ചുരുക്കി ഒന്ന് പറയാം. കുറഞ്ഞ വാക്കുകൾ മതിയേന്, 10 മിനിറ്റ് കൊണ്ട് പറയാം. കൽബ് നന്നാവുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കൽബ് നന്നാവൽ എങ്ങനെയെന്നറിയോ? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഭക്ഷണം തന്ന് വെള്ളം തന്ന് വായു തന്ന് സംരക്ഷിക്കുന്ന ഒരു റബ്ബുണ്ടാവുമ്പോ ആ റബ്ബിനെ അംഗീകരിക്കലാണ് കൽബ് നന്നാവുന്നതിന്റെ പ്രഥമ സ്റ്റെപ്പ്. അല്ലല്ല എന്ന് പറഞ്ഞാൽ കൽബ് കേടും. ഉറപ്പന്നല്ലേ? ഈ നാട്ടിലുള്ള മനുഷ്യർക്കൊക്കെ ഭക്ഷണം നൽകുന്നത് ഏതോ ഒരു ആചാരാണ് സങ്കല്പിക്കുക. ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഭക്ഷണവും വെള്ളവും മുണ്ടും ഒക്കെ കൊടുക്കുന്നത് ഒരു ആചാരാണ്. മൂപ്പരെ ചെലവിലാന്ന് കൂട്ടിക്കോ. ആ ആചാര് അല്ല അത് തരുന്നത് എന്ന് പറഞ്ഞാൽ ആചാര് സഹിക്കൂലല്ലോ. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ നിഷേധിക്കലാണ് ഏറ്റവും വലിയ മനസ്സിന്റെ ദുഷിപ്പ്. അപ്പോ കുഫ്റാണ് മനസ്സ് ദുഷിക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ കുഫ്രിയത്ത് ഉണ്ടാവരുത്. 2, ബിദ്അത്ത് ഉണ്ടാവരുത്. ബിദ്അത്ത് ഉണ്ടാവരുത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ പോലെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഇഷ്ടല്ലാത്തൊരു ടീം, സിറാത്തൽ കിതാബി വസുന്ന, സിറാത്തൽ ഖുർആനി വൽ ഹദീസ്, ഇങ്ങനെയൊക്കെ പറയാൻ ഇഷ്ടമുള്ള ഒരു ടീം, മഹാന്മാരോട് വെറുപ്പുള്ള ഒരു ടീം, മഹാന്മാരെ പറയുന്നത് ഇഷ്ടമല്ല. ഇതാണ് ബിദ്അത്ത്. ഇത് ഖൽബിന്റെ ദുഷിപ്പാണ്. അതിലേക്ക് പോകരുതുട്ടോ. ഇനി ഖൽബ് നന്നാവുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഭാഗം നമ്മുടെ കൂട്ടുകാരനോടോ അയൽക്കാരനോടോ വേണ്ടപ്പെട്ടവരോടോ പരിചയക്കാരോടോ ഒരു തരത്തിലുമുള്ള കുശുമ്പും കുറുമ്പും മനസ്സിലുണ്ടാവരുത്. നല്ല മനസ്സായിരിക്കണം. ആരോടും അസൂയല്ലാത്ത മനസ്സ്, ആരോടും കുറുമ്പും കുശുമ്പും ഇല്ലാത്ത മനസ്സ്, അതാണ് നല്ല മനസ്സ്. അള്ളാഹു പറഞ്ഞു, പടച്ചറപ്പിന്റെ അടുത്ത് വരുമ്പം രക്ഷപ്പെടണമെങ്കിൽ സലീമായ ഖൽബോട് കൂടെ വരണം. സുരക്ഷിതമായ ഖൽബുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അള്ളാഹു കൃത്യമായി പറഞ്ഞു. അപ്പൊ നിങ്ങളെ ഖൽബ് നന്നാവാതെ, എന്റെ ഖൽബ് നന്നാവാതെ എനിക്കും നിങ്ങൾക്കും രക്ഷയില്ല. നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഖൽബ് നന്നാകാതെ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു ഖൽബ് നന്നാക്കി തരട്ടെ. അതിനെന്തുണ്ടാകരുത്? കുറുമ്പും കുശുമ്പും ഒന്നും ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പറയാണ്, ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ആള് സ്വർഗാവകാശിയാണ്. ആരോ പറഞ്ഞതല്ല. പലരെ പറ്റിയും സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ആ നാക്കുകൊണ്ട് പ്രഖ്യാപിച്ചുറപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. മുത്തുനബിയുടെ വാക്കാ. ഇതിൽ കളങ്കം ഉണ്ടാകൂല. ഇത് ശരിയായിരിക്കും. ഇത് വിശ്വസിക്കുന്നവരല്ലേ ആ സദസ്സിലുള്ള സഹാബത്ത്. അപ്പൊ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. പടച്ചോനെ, ആരാ നീ സദസ്സിലേക്ക് വരിക? ഇനി വരുന്ന ആള് സ്വർഗക്കാരനാണ് എന്ന് ജീവിതകാലത്ത് തന്നെ ഹബീബായ നബിതങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ആരാണ്? ഒരു സഹാബി ഇങ്ങനെ കയറി വന്നു. ആ സഹാബി കയറി വന്നപ്പോൾ ആ സഹാബിയെ നോട്ട് ചെയ്തു. അങ്ങനെ പ്രസിദ്ധനായ ഒരാളൊന്നുമല്ല. ആ സ്വഹാബിയെ നോട്ട് ചെയ്തിട്ട് അവരാ സ്വഹാബിയുടെ അദ്ദേഹത്തോട് നേരിട്ട് ആ കാര്യം പറഞ്ഞില്ല. ഇനി അദ്ദേഹത്തെ വഷളാക്കണ്ട, അത് പറഞ്ഞില്ല. എന്നിട്ട് ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. ഇയാൾ സ്വർഗത്തിലാന്ന് മുത്തുനബി പറഞ്ഞില്ലേ? അപ്പൊ നമ്മളൊന്നും ചെയ്യാത്ത എന്തോ ഒരു ഇബാദത്ത് കാര്യമായിട്ട് ഇയാൾ ചെയ്യുന്നുണ്ട്. ആ സ്വകാര്യ ഇബാദത്തൊന്ന് കാണണം. 3 ദിവസം ആ സ്വഹാബിയുടെ വീട്ടിൽ വിരുന്നുകാരനായി ചെന്നു. വിരുന്നുകൂടി തിരിച്ചു പോന്നപ്പോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വിരുന്നുകൂടാനുള്ള ഇഷ്ടം കൊണ്ട് വന്നതല്ല. നിങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോ മുത്തുനബി ഇനി ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആള് വിശ്വാസി സ്വർഗാവകാശിയാന്ന് പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞു, പിറ്റേന്നും പറഞ്ഞു, അതിന്റെ പിറ്റേന്നും പറഞ്ഞു. ഞാൻ പറയാൻ മറന്നതാ. 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ ഇയാളെ പിന്നാലെ പോയത്. 3 ദിവസം തുടരെ മുത്തുനബി നിങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ വല്ലാതെ സന്തോഷിച്ചു. ഞാൻ സ്വർഗത്തിലാന്ന് നബി പറഞ്ഞോ? വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. അതെ പറഞ്ഞു.
അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്വകാര്യ ഇബാദത്ത് എന്താന്ന് കണ്ടെത്താനാ വന്നത്. ഞാൻ ചെയ്യാത്തൊന്നും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, സുബഹിന്റെ മുമ്പുള്ള സുന്നത്തുണ്ട്, സുബഹിയുണ്ട്, അതൊക്കെ എനിക്കും. അദ്ദേഹം പറയാണ്, എന്താ പിന്നെ പ്രശ്നം, എന്താ വിഷയം, എന്താ നിങ്ങളുടെ അടുത്തുള്ള എന്തോ ഒരു കാര്യമുണ്ടല്ലോ. ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഈ കണ്ടതൊക്കെ തന്നെ എന്റെ അടുത്തുള്ളൂ, നിങ്ങൾ ഈ കണ്ടതൊക്കെ തന്നെ എന്റെ അടുത്തുള്ളൂ, എനിക്ക് അതിലപ്പുറം ഒന്നും പറയാനില്ല. അപ്പൊ പറഞ്ഞു, അല്ല നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ സുഹൃത്തെ, ഞാൻ ഈ കണ്ടതല്ലാത്ത എന്തോ ഒന്ന്, സാധാരണ ഞങ്ങളിലൊന്നും ഇല്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ ഗുണം നിങ്ങൾക്ക് പറയാനുണ്ടോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, മനുഷ്യന്മാർക്ക് മൊത്തത്തിലുള്ള ഒരു സംഗതി ഉണ്ട്. ഒരാൾക്ക് എന്തേ അനുഗ്രഹം വരികയാണെങ്കിൽ കണ്ണുകടിയാ, കുറുമ്പും കുശുമ്പുക, കണ്ടുടായിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കോഴി തിന്നുന്നത് കാക്കക്ക് പറ്റില്ല, കാക്ക തിന്നുന്നത് കോഴിക്ക് പറ്റില്ല. അതേ സ്വഭാവം മനുഷ്യന്. പക്ഷെ എൻ്റെ ഒരു കാര്യം, എനിക്ക് അല്ലാഹു എന്നാണോ കൽബ് നൽകിയത്, എനിക്ക് ചിന്താശേഷി, എനിക്ക് ചിന്തിക്കാൻ പ്രായമായത് മുതൽ ഇന്നുവരെ ഒരു മൂമിനായ മനുഷ്യനോടോ മൂമിനത്തായ മനുഷ്യത്തിയോടോ എനിക്ക് ഇന്നുവരെ വെറുപ്പെന്താ, കുറുമ്പെന്താ, കുശുമ്പെന്താ, ഇന്നുവരെ എനിക്കത് അറിയില്ല. ഒരാളോട് എങ്ങനെ കുറുമ്പും കുശുമ്പും കാട്ടുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്രേ, നഞ്ഞ് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട തന്നെ കാര്യം, കൽബ് നന്നാവണം സുഹൃത്തെ, അപ്പോഴേ നന്നാവുള്ളൂ. കൽബ് നന്നായെങ്കിലേ നമ്മൾ നന്നാവുള്ളൂ, അല്ലാതെ നന്നാകാൻ ഒരു പഴുതുമില്ല. നേരം വെളുക്കോളും സുജൂദ് കിടന്നിട്ട് കാര്യമില്ല, കൽബ് വൃത്തികെട്ട കൽബാണെങ്കിൽ. അയൽക്കാരന്റെ അനുഗ്രഹങ്ങളിൽ കുശുമ്പും കുറുമ്പും നിറഞ്ഞ് അസൂയ നിറഞ്ഞിങ്ങനെ മുടിഞ്ഞു പോകുന്ന നീ നേരം വെളുക്കോളും സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹ്ക്ക് നിന്നെ വേണ്ടിയില്ല. അതേസമയം അയൽപക്കക്കാരന്റെ ഉയർച്ചകളെ സന്തോഷത്തോടെ നോക്കി കണ്ടിട്ട് നീ സുജൂദിൽ കിടക്കുക, അപ്പൊ അള്ളാഹു നിന്നോട് ഇഷ്ടപ്പെടും. മറ്റുള്ളവരോട് വെറുപ്പുള്ള കൽബ് അള്ളാഹ്ക്ക് വേണ്ട. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമ്മളോട് ദ്വാരക്കാൻ പഠിപ്പിച്ചതാ, ഒരൊറ്റ മൂമിനോട് എനിക്ക് പോര് നൽകരുത് അല്ലാഹ്. ഈ പോര് വലിയൊരു വിഷയമാണ്. ഹൃദയത്തില് കുടികൊള്ളുന്ന പോരുണ്ടല്ലോ, കുറുമ്പ്, ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നാളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ, സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ നന്മകൾ കൂടുതലാണെങ്കിൽ എന്തായാലും സ്വർഗത്ത് പോവല്ലോ. അപ്പൊ അല്ലറ ചില്ലറ കുറുമ്പും കുശുമ്പും ഒക്കെ ഉണ്ട്, പക്ഷെ നന്മ കൂടുതലായതുകൊണ്ട് സ്വർഗത്തേക്ക് പോവാണ്. അപ്പൊ അള്ളാഹു സ്വർഗത്തേക്ക് പോണതിന് മുമ്പ് പറയത്രേ, സ്വർഗവാതിൽക്കൽ തടഞ്ഞിട്ടിട്ട് പറയും, കടത്തല്ലി ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിർത്തുക, എന്തേ വിഷയം, മലക്കൾ തടഞ്ഞു വെച്ചു. അപ്പൊ അവരുടെ ഹൃദയത്തിലുള്ള ആ കുറുമ്പും കുശുമ്പും ഒക്കെ അങ്ങോട്ട് ചവിട്ടി പറിക്കണം, അത് വേരോടങ്ങോട്ട് പിഴുതെടുക്കണം. ഖുർആൻ പറയുന്നു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ. അവരുടെ നെഞ്ചകത്തുള്ള പോരുകൾ വേരോടെ നാം പിഴുതെടുക്കും, ഊരിയെടുക്കും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, എന്തിനാണ് ഈ പണി, ഈ പ്രക്രിയ എന്തിനാ? സ്വർഗത്തേക്ക് പോണതിന് മുമ്പ് കൽബൊന്ന് വൃത്തിയാക്കണം എന്തിനാ? ചെറിയ ചെറിയ ഈ കുറുമ്പും കുശുമ്പും ഒക്കെ ഉണ്ടായാലേ ദുന്യാവിൽ പടുത്തിനെ പണി സ്വർഗത്ത് പോയിട്ട് എടുക്കും. ഏത് പാരവക്കലും പാലം വലിക്കലും ഒക്കെ. അപ്പൊ അത് വേണ്ട, അത് ക്ലിയർ ആക്കിയിട്ടാണ്. അള്ളാഹു കൽബ് നന്നാക്കി തരട്ടെ, അള്ളാഹു കൽബ് നന്നാക്കി തരട്ടെ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉണ്ടാവരുത്. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഒരു മഹാൻ പറഞ്ഞ മനോഹരമായൊരു വിശദീകരണം. മുഅ്മിനീങ്ങൾക്ക് ആരോടും കുറുമ്പും കുശുമ്പും ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, പോരുണ്ടാവില്ല. എത്രത്തോളം നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും ആര്? ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. മുതാലിമീങ്ങളും ധാരാളം ഉണ്ട്, സാധാരണക്കാരും ധാരാളം ഉണ്ട്. റളിയല്ലാഹു അൻഹു വളരെ മെലിഞ്ഞ റളിയല്ലാഹു അൻഹു, അല്ലേ? ഒന്നും സുഷാറിൽ ചെല്ലണം. സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഈ ശവ്വാൽ 15 മഹാനവറുകൾ ഉഹുദ് രണാങ്കണത്തിൽ ഷഹീദായത്. മഹാനവറുകളുടെ ആണ്ട് നടക്കുന്ന മാസ. ബഹുമാനപ്പെട്ട ഹംസത്ത് തങ്ങൾ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട വഹ്ശി റളിയല്ലാഹു അൻഹു ആണ്.
റളിയല്ലാഹു അൻഹു അല്ലാതെ പൊന്തിയില്ലല്ലേ? കാരണം കൊന്ന ആളറിയുമ്പോണ്ട് കണ്ട് ചെല്ലിട്ടുണ്ടാവില്ല അല്ലേ? കൊന്നപ്പം റളിയല്ലാഹു അൻഹു ആയിരുന്നില്ല, പിന്നെ ആയി. നമ്മൾ ഇനി ചൊല്ലാൻ മടിക്കരുത്, കാരണം ഇവിടെ പറയാൻ പോണ വിഷയമാണ് വലുത്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഹിന്ദ് എന്ന പെണ്ണ് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ, അവര് മുസ്ലിം ആയിട്ടുണ്ട്, അവരൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. അപ്പോ ആ ഹിന്ദ് എന്ത് ചെയ്തു എന്നറിയോ? റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്റെ അടിമയായ വഹ്ശിയെ തട്ടിക്കയറ്റി. വഹ്ശിക്ക് നേരിട്ട് ഹംസത്തുൽ ഖറാറുമായിട്ട് മുട്ടാനുള്ള ധൈര്യം ഒരാൺകുട്ടിയേക്കില്ല. അതുകൊണ്ട് ഉഹുദ് മലയുടെ ചുവട്ടിൽ കുറെ കുത്തങ്കല്ലുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചെറിയ ചെറിയ കല്ല്, വലിയ വലിയ കല്ലുകൾ, ഉരുളൻകല്ലുകൾ. അപ്പൊ ആ ഉരുളൻകല്ലിന്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു. ചരിത്രത്തിൽ കാണാം, ഒരു കല്ലിന്റെ പാറയുടെ പിറകില് വഹ്ശി ഒളിച്ചു നിന്നു. എന്നിട്ട് ചതിയിടയില് മറ്റുള്ളവരുമായി സജീവമായി പോരാടിക്കൊണ്ടിരിക്കുമ്പം ഈ പാറയോട് അടുത്തു വന്നു ആര്? ഹംസത്തുൽ ഖറാർ. അപ്പൊ പാറന്റെ അപ്പുറത്തുള്ള വഹ്ശി കറക്റ്റ് നോക്കിയിട്ട് കയ്യിലുള്ള ചാട്ടുളി അങ്ങ് എറിഞ്ഞു. നല്ല അമ്പെയ്ത്തു വിദഗ്ധനായിരുന്നു വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ. എറിഞ്ഞു. അങ്ങനെ ഉണ്ടാവും ചിലര്, എറിഞ്ഞ നല്ല ഉന്നമുള്ള ആളുകളുണ്ട്, വിചാരിച്ചെടുത്തടുക്കുള്ളൂ. ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല, കാരണം ഇപ്പത്തെ കുട്ടികളൊന്നും അങ്ങനെ മാവിലെറിഞ്ഞു അങ്ങനെയൊന്നും സ്കൂളിൽ പോയൊരു കാലല്ല. ഇപ്പൊ എന്റെയൊക്കെ പ്രായമുള്ളവർക്ക് എന്തായാലും അറിയും. എനിക്ക് 49 വയസ്സായി, 50 വയസ്സോളായി. ഇവിടെ അതുപോലെ പ്രായമുള്ളവർക്കൊക്കെ അറിയും. നമ്മളെയൊക്കെ കാലത്ത് ഇങ്ങനെ പോകുമ്പോ വഴിയിലുള്ള മാവില് മാമ്പഴം പഴുത്ത് നിൽക്കുകയാണെങ്കിൽ കല്ലെടുത്തിട്ട് എറിയും അല്ലേ? ചെറിയ കുട്ടികളാവും. പക്ഷെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും ചില ആളുകൾ ഉന്നം നോക്കിയാണ്ട് എറിഞ്ഞ ഞെട്ടിക്കുള്ളൂ. മാങ്ങക്കല്ല, ഞെട്ടിക്കുള്ളൂ. അത്ര ഉന്നുള്ളവരുണ്ടായിരുന്നു. എല്ലാം നമ്മളെ കൂട്ടത്തിൽ തന്നെ ചിലരുണ്ടാവും, അവര് എറിഞ്ഞാല് മാങ്ങക്കല്ല മാവിനെന്നെ കൊണ്ടില്ല, വേറെ ലോകം അങ്ങനെയുള്ളവരുണ്ട്. ഇത് ഏറൊരു കലയാണ്. വഹ്ശി എറിഞ്ഞ കൃത്യമായിട്ട് കൊള്ളുമായിരുന്നു. അപ്പൊ ഈ കല്ലിന്റെ പിറകിൽ മാറി നിന്നിട്ട് വഹ്ശി ഒറ്റേറാം ഹംസത്തുൽ ഖറാറിന്റെ അടിവയറ്റിൽ ചാട്ടുളി അങ്ങ് കയറി. അല്ലാഹ് ആ ചാട്ടുളിയുമായി പോരാടി ഹംസത്തുൽ ഖറാർ. ആ ചാട്ടുളി വയറ്റത്ത് വെച്ചിട്ട് പോരാടി. പലരെയും പിന്നെയും വധിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ രക്തം വാർന്ന് ഹംസത്തുൽ ഖറാർ വീണു. വീണപ്പോ വഹ്ശിയും ഹിന്ദ് ഓടി വന്നു, നെഞ്ച് വെട്ടിപ്പൊളിച്ചു. കരള് കൈയിട്ടിട്ട് ചോരയൊലിക്കുന്ന കരളെടുത്ത് കടിച്ചു തുപ്പി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്റെ വിഷയം അതല്ല. ഇങ്ങനെ ക്രൂരത കാണിച്ച വഹ്ശി പിന്നെ മുസ്ലിമായി. അള്ളാന്റെ റസൂല് പൊരുത്തപ്പെട്ടു കൊടുത്തു, ഒരു വെറുപ്പില്ല. ഉണ്ടോ? ഈ വഹ്ശി നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടന്നു വരും. ഉറപ്പ്, വഹ്ശി സ്വർഗത്തിലാണ്. അതിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്നെ കണ്ടവർ നരകത്തിൽ കടക്കൂല, എന്നെ കണ്ടവരെ കണ്ടവരും നരകത്തിൽ കടക്കൂല. കടക്കൂല എന്നല്ല, നരകം അവരെ തൊടൂല എന്നാ പറഞ്ഞത്. കുറച്ചും കൂടെ സ്ട്രോങ്ങിലാ പറഞ്ഞത്. സ്വഹാബത്തും താബിഈങ്ങളും നരകത്തിലില്ല. ഒറ്റ സ്വഹാബി ഒറ്റ താബിഈ നരകത്തിൽ ഉണ്ടാവില്ല. അപ്പൊ വഹ്ശി വരും സ്വർഗത്തേക്ക്. വഹ്ശി അസ്സലാമു അലൈക്കും എന്ന് സ്വർഗത്തിലേക്ക് വരുമ്പോ ഓടിച്ചെന്ന് ഹഗ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. അപ്പൊ നോക്കുങ്ങൾ, അതാണ് ഹൃദയം, അതാണ് ഹൃദയത്തിന്റെ ശുദ്ധി. അത്ര മനപ്പൊരുത്തായിരിക്കും സ്വർഗത്തിലെത്തുമ്പോ. നമ്മളിനിപ്പോ എത്ര ആയാലും പഴയ കാലത്ത് ചെയ്ത് ഞാൻ മറക്കൂല, അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും അറിയില്ലേ, അങ്ങനെയാണ്. നന്നായാലും നമ്മളെ മനസ്സിൽ അതാണ് പോവില്ല. റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല, ഹംസത്തുൽ ഖറാറിന് അങ്ങനെയല്ല. ഇത് പറയുമ്പോ ചിലർ ചോദിക്കും, ഹംസത്തുൽ ഖറാർ ഈ വഹ്ശി മുസ്ലിം ആകുമ്പോ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്റെ കൺമുമ്പിൽ വരരുത്, എന്നെ കാണാതെ മാറി നിൽക്കണം, അത് വഹ്ശിനോട് വെറുപ്പുണ്ടായിട്ടല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഗുരുമുഖത്ത് നിന്ന് പഠിച്ചാൽ അവിടെ ഒന്നും അപകടം കൊടുക്കൂല. വരികൾക്കുള്ളിലുള്ളതാ കിട്ടേണ്ടത്, ഇടയിലുള്ളത് വരിയിലുള്ളതല്ല. വരിയിൽ അത്രേ ഉള്ളൂ, നിങ്ങൾ എന്റെ മുമ്പിൽ വരരുത്. ഹംസത്തുൽ ഖറാറിനെ ഓർമ്മിപ്പിക്കരുത്, എനിക്ക് നിങ്ങളോട് വെറുപ്പാന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടേ അല്ലേ?
വിഷയം എന്താണെന്നറിയോ? വഹ്ശി, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരരുത് കേട്ടോ. നിങ്ങളെ കാണുമ്പോഴേക്ക് എനിക്ക് എളാപ്പനെ ഓർമ്മ വരും, എന്റെ കൊച്ചാപ്പനെ എളാപ്പനെ ഓർമ്മ വരും. ഹംസത്തുൽ ഖറാറിനെ ഓർക്കുമ്പോഴേക്ക് എനിക്ക് സങ്കടാകും. എന്നെ നിങ്ങൾ കരയിപ്പിക്കരുത്. അതാ പറഞ്ഞത്. അല്ലാതെ നിങ്ങളോട് എനിക്ക് വെറുപ്പാണെന്നല്ല. അത് മുസ്ലിം ആവുന്ന മനസ്സ് നന്നാവണം. ആ നന്നാവലിന്റെ സൂപ്പർ പദവിയാണ് ഹംസത്തുൽ ഖറാർ വഹ്ശിനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. അതിന് ചെറിയൊരു മനസ്സൊന്നും പോരാ. നമ്മളോട് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തവനെ മറക്കുക, നമ്മൾ എല്ലാ കാലം മറക്കുക. എവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചു കൊടുക്കൂലേ? വെറുപ്പില്ല. അള്ളാഹു നല്ല ഖൽബിന്റെ ഉടമകളാക്കി തരട്ടെ. ഖദ് അഫ്ലഹ മൻ തസക്ക. ഇനി വദകറ സ്മ റബ്ബിഹി ഫസല്ല. ഞാൻ അവസാനിപ്പിക്കാം. വദകറ സ്മ റബ്ബിഹി ഫസല്ല. അള്ളാഹുവിന്റെ പേര് പറയുകയും ചെയ്തു. അപ്പൊ ഖൽബ് നന്നാവണം. പിന്നെ അള്ളാഹിന്റെ പേര് പറയാന്നല്ല അള്ളാഹുവിനെ അടയാളപ്പെടുത്തുന്ന നല്ല വാക്കുകൾ പറയാം. ഖൈറായത് മാത്രം പറയുന്നു, ഷറായതൊന്നും പറയില്ല. അപ്പൊ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറയരുത്, ആരോപണം ഉന്നയിക്കരുത്. ഇതൊന്നും ചെയ്യാത്തവനാണ് യഥാർത്ഥ വിശ്വാസി. ഇതാ വേണ്ട, ഓനാണ് ഇഹ പരവിജയം നേടിയവൻ. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്.